നമ്മുടെ ചർച്ചിൻ്റെ ഒരു ശുശ്രൂഷ കഴിഞ്ഞ 6 മാസം മുമ്പ് തുടങ്ങി. അതിൻ്റെ പേരെന്താണെന്നറിയാമോ? എന്തുവാ? കേട്ടില്ല. പകൽ വീട്. നമ്മൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ മാതാപിതാക്കന്മാരെ ജോലിക്ക് പോകുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ ആക്കുന്ന ഒരു സ്ഥലമില്ലേ, ഡേ കെയർ സെൻറ്റർ. ഇപ്പം അതുപോലെ ഒരു ആവശ്യം വന്നിരിക്കുക പ്രായമായവർക്ക്. ഈ മക്കളും കൊച്ചുമക്കളും എല്ലാം, മക്കൾ ജോലിക്ക് പോകും, കൊച്ചുമക്കൾ സ്കൂളിലോ കോളേജിലോ പോകും. ഇപ്പം വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്ന ആരാ? പ്രായം ചെന്ന മാതാപിതാക്കന്മാരാ. ചിലർ 2 പേരും കാണും, ചില വീടുകളിൽ ഒരാളെ കാണും, അപ്പച്ചനോ അമ്മച്ചിയോ കാണത്തുള്ളൂ. അപ്പം ഇങ്ങനെയുള്ളവർ ഭവനങ്ങളിൽ വെറുതെ ഇരുന്ന് അവർ കുഞ്ഞുങ്ങളെപ്പോലെ ഇപ്പോൾ അവരുടെ സെക്കൻഡ് ചൈൽഡ്ഹുഡിലേക്ക് വന്നിരിക്കുക. അവരെ ഒറ്റയ്ക്കാക്കി വെച്ച് പോകാൻ ഈ മക്കൾക്ക് ഒക്കെ പ്രയാസമാണ്. പക്ഷേ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു സ്ഥാപനം ചർച്ചയായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ പാസ്റ്റർ സാം വർഗീസ് പാസ്റ്റർക്ക് കർത്താവ് കൊടുത്ത ഒരു കാഴ്ചപ്പാടാണ്, ഒരു ദർശനമാണ്. കഴിഞ്ഞ 6 മാസം, കഴിഞ്ഞ ഡിസംബറിൽ നടത്തി, ഇപ്പോൾ 6 മാസം കഴിഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ ഒരു ശുശ്രൂഷ, ഇത് ചർച്ചിൻ്റെ ഒരു ശുശ്രൂഷയാണ്. ഓർക്കണമേ, ഇത് മാറ്റി നിർത്തി നമ്മുടെ ചർച്ചിന് ഒത്തിരി മിനിസ്ട്രീസ് ഉണ്ട്. ദിസ് ഈസ് ഓൾസോ അനദർ മിനിസ്ട്രി വിച്ച് ഈസ് പകൽ വീട്. 3 യോഹന്നാൻ 1:2 നമ്മളിങ്ങനെ വായിക്കുന്നു, പ്രിയനെ, ഐ പ്രേ ദാറ്റ് യു മേ പ്രോസ്പർ ഇൻ ഓൾ തിങ്സ് ആൻഡ് ബി ഇൻ ഹെൽത്ത് ജസ്റ്റ് ആസ് യുവർ സോൾ പ്രോസ്പേഴ്സ്. എന്താ അതിൻ്റെ മലയാളം? പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം. ഇംഗ്ലീഷിലാണ് കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഐ പ്രേ ദാറ്റ് യു മേ പ്രോസ്പർ ഇൻ ഓൾ തിങ്സ്, നോട്ട് ഓൺലി ഇൻ യുവർ സ്പിരിച്വൽ തിങ്സ്. സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഒത്തിരി ശുശ്രൂഷകളുണ്ട്. ഉപവാസ പ്രാർത്ഥനയുണ്ട്, ലേഡീസ് മീറ്റിംഗ് ഉണ്ട്, ജെൻസ് മീറ്റിംഗ് ഉണ്ട്, ഒത്തിരിയുണ്ട്. പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളിലും ഒരു മനുഷ്യൻ്റെ ആത്മാവ് മാത്രമല്ലല്ലോ, അവന് മനസ്സുണ്ട്, അവനൊരു ബുദ്ധിമണ്ഡലമുണ്ട്, അവന് ശരീരമുണ്ട്. ഇതിൻ്റെ എല്ലാം ആരോഗ്യം, പ്രോസ്പെരിറ്റി ദൈവം ആഗ്രഹിക്കുന്നു. സോ ഈ പകൽ വീടിൻ്റെ ലക്ഷ്യം അതാണ്, എ ഹോളിസ്റ്റിക് അപ്രോച്ച്. പ്രായമായവരുടെ ആത്മീയ കാര്യങ്ങൾ മാത്രമല്ല, ആത്മീയ കാര്യങ്ങളും നമ്മളവിടെ ശ്രദ്ധിക്കുന്നുണ്ട്. അവരുടെ ഭൗതികമായിട്ടുള്ള, ശാരീരികമായിട്ടുള്ള, അവരുടെ മാനസികമായിട്ടുള്ള, അവരുടെ ഹെൽത്ത് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു സപ്പോർട്ട് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണിത്. ഞാൻ 1-2 സാക്ഷ്യങ്ങൾ വായിക്കാം. ഒരു അപ്പച്ചൻ, അവിടെ വരുന്നൊരു അപ്പച്ചൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ വർഷങ്ങളായിട്ട് വീട്ടിൽ അടച്ചിരിക്കുകയായിരുന്നു. ഞാൻ പുറത്തിറങ്ങിയിട്ട് കുറേ നാളുകളായി, മാസങ്ങളായി. ഇപ്പോഴാണ് ഞാനൊന്ന് പുറത്തിറങ്ങുന്നത്. ഈ അപ്പച്ചനെ കൊണ്ടുവരാൻ ഭയങ്കര പ്രയാസമായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങത്തില്ലായിരുന്നു. അങ്ങനെ അങ്ങ് ഒറ്റപ്പെട്ടു പോയ, ഷട്ടിനായിപ്പോയ ഒരു അപ്പച്ചനാണ്. ആ അപ്പച്ചൻ അവിടെ വന്ന് ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോഴേ. ഈസ് വെരി ചിയർഫുൾ ആൻഡ് എനർജറ്റിക്. അതുപോലെ വേറൊരു ആൻറ്റി പറഞ്ഞതാ, ഞാൻ എത്ര നാളായെന്നറിയാമോ ചിരിച്ചിട്ട്, ഇന്ന് ചിരിച്ചിട്ട്, ഹൃദയം തുറന്നൊന്ന് ചിരിച്ചിട്ട് വർഷങ്ങളായി. ഈ പകൽ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഒത്തിരി ചിരിക്കുന്നുണ്ട്. അയ്യോ, ചിരിയോ? അതൊന്നും പാടില്ല. ചിരിക്കാമോ? നമ്മൾ ദൈവമക്കൾ ചിരിക്കാമോ? നിങ്ങൾ തന്നെ ഉത്തരം പറഞ്ഞാൽ മതി. ഈ അമ്മച്ചി പറയുകയാണ്, ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റെ സങ്കടങ്ങളെല്ലാം, എൻ്റെ ആങ്സൈറ്റീസ് എല്ലാം മറക്കുന്നു. എൻ്റെ ഹൃദയം ഇപ്പോൾ വളരെ ദൈവത്തിൽ ആശ്രയിക്കാൻ എന്നെ സഹായിക്കുന്നു. എൻ്റെ ഡിപ്രഷനെല്ലാം മാറി. ഐ എൻജോയ് മൈ ഡേയ്സ്. വേറൊരു ആൻറ്റി പറഞ്ഞതാ, ഞാൻ വിചാരിച്ചു ഈ പകൽ വീട് ഭയങ്കര പ്രായമായി സിക്കായിട്ട് എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത ആളുകൾക്കുള്ള ഒരു സ്ഥലമായതെന്നാണ് മനസ്സിലാക്കിയത്. പക്ഷേ എന്നെ ആരൊക്കെയോ നിർബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്നപ്പോഴാണ് മനസ്സിലായത്, ഇവിടെ വരുന്നവരെല്ലാം ഭയങ്കര പുള്ളികളാണ്. അവർ പ്രായമുള്ളവർ 60, 70, 75, 83 വരെ പറയാനുള്ളവർ വരുന്നുണ്ട്. പക്ഷേ അവരെല്ലാം ഹെൽത്തിയാണ് കേട്ടോ. വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഡേ കെയർ സെൻറ്ററും പിന്നെ വേറൊരു സെൻറ്ററുണ്ട്, എൽഡർലി കെയർ സെൻറ്റർ എന്ന് പറഞ്ഞ് വേറൊന്നുണ്ട്. അവിടെയാണ് സുഖമില്ലാതെ, പരസഹായം കൂടാതെ എഴുന്നേറ്റ് നടക്കാനും ഒന്നും ചെയ്യാനും കഴിയാത്ത ആളുകളെ ശുശ്രൂഷിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതല്ലിത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. പലരോടും ഞങ്ങൾ പറയും പകൽ വീടുണ്ട് വരണമെന്ന് പറഞ്ഞപ്പോൾ, അത് ഞങ്ങൾക്കുള്ളതാണോ? അതൊത്തിരി വയ്യാതെ വീട്ടിലിങ്ങനെ കട്ടിലേക്ക് കിടക്കുന്നവർക്കുള്ളതല്ലയോ എന്ന് ഞാൻ പറയാം. അല്ല, എഴുന്നേറ്റ് നടക്കാവുന്നവർക്കുള്ള സ്ഥലമായത്. അപ്പം ഞാൻ പറഞ്ഞത്, ഇവിടെ നിങ്ങൾ 60 വയസ്സിന് മുകളിലുള്ള, ഇനി 59 ഉള്ളതിലും വരാം കേട്ടോ, കുഴപ്പമില്ല, പ്രായമുള്ള നിങ്ങൾക്ക് എഴുന്നേറ്റ് നടക്കാനുള്ള ആരോഗ്യവും
ഹെൽത്ത് ഇഷ്യൂസ് കാണുമായിരിക്കും, നോ പ്രോബ്ലം. പക്ഷേ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു സ്ഥലമാണ്, അവിടെ വന്ന് സന്തോഷിക്കുക. വേറൊരു ആൻറ്റി പറഞ്ഞ ഇങ്ങനെ, എൻ്റെ മക്കളും കൊച്ചുമക്കളും എല്ലാം പുറത്തു പോകും രാവിലെ, ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണ്. ഞാൻ കുറേ നേരം വന്ന് കിടക്കും, പിന്നെ കുറേ നേരം ടി വിയുടെ മുമ്പിൽ പോയിരിക്കും, പിന്നെയും വന്ന് കിടക്കും. വീട്ടിലായിരിക്കുമ്പോൾ ഒരു 10-15 പ്രാവശ്യം ഞാൻ വന്ന് കിടക്കും. ഇവിടെ വന്ന് 10 മണി മുതൽ 3:30 വരെ എനിക്ക് കിടക്കുകയും വേണ്ട, ഒരു ക്ഷീണവും ഇല്ല. എന്തോ മാജിക്കാ, വന്ന് കാണുക. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് ചർച്ചിൻ്റെ ഒരു മിനിസ്ട്രിയാണ്. ഇവിടെ സ്പിരിച്വൽ കെയർ നമ്മൾ കൊടുക്കുന്നുണ്ട്, ആത്മീയമായി. അവർ പാട്ട് പാടുന്നു, പ്രാർത്ഥിക്കുന്നു, അവരെ പതിവായിട്ട് ദൈവവചനം അവർക്ക് ഷെയർ ചെയ്യുന്നു, മോട്ടിവേഷണലായിട്ടുള്ള സ്പിരിച്വൽ ടോക്സ് അവർക്ക് കൊടുക്കുന്നു. മെഡിക്കൽ കെയർ ആവശ്യമുള്ളവർക്ക് ഹെൽത്ത് ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ പീരിയോഡിക്കലായിട്ട് അവിടെ ചെയ്യുന്നുണ്ട്. അതുപോലെ റിക്രിയേഷണൽ ആക്ടിവിറ്റീസ് ഉണ്ട്. ക്വിസ് നിങ്ങൾ വന്ന് കാണണം. നമ്മുടെ പ്രായമായവർ ക്വിസിലെ ഓരോ ഉത്തരങ്ങൾ പറയുന്നത്, ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്കറിയത്തില്ല, പക്ഷേ ഞങ്ങളുടെ പ്രായമായവർക്കറിയാം. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. ക്വിസുണ്ട്. പിന്നെ ഗെയിം, അയ്യോ അവിടുത്തെ ഗെയിം വന്ന് നിങ്ങളൊന്ന് കാണണം. ഗെയിംസ് ഉണ്ട്. എക്സർസൈസ്, രാവിലെ ഈ ദൈവവചന പഠനമൊക്കെ കഴിഞ്ഞേച്ച് പിന്നെ എക്സസൈസാണ്. പലരും പറയാറുണ്ട്, എൻ്റെ കാലൊന്നും പൊക്കത്തില്ലായിരുന്നു, ഇപ്പം എനിക്ക് എങ്ങനെ വേണമെങ്കിലും പൊക്കാം, തിരിക്കാം, വളയ്ക്കാം. ഭയങ്കര അവരെ ശാരീരികമായിട്ട് അവർ വളരെ ഹെൽത്തി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അവരാൽ കഴിയുന്ന എക്സസൈസസ് അവരെയും കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. പിന്നെ മറ്റ് ആക്ടിവിറ്റീസ്, ധാരാളം ആക്ടിവിറ്റീസ് ഉണ്ട്. സോഷ്യൽ ഇൻ്ററാക്ഷൻ ഉണ്ട്. ഒരു 1/4 മണിക്കൂർ നേരം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് പല കാര്യങ്ങളും ഷെയർ ചെയ്യുന്നു. നല്ല ഒന്നാന്തരം ഭക്ഷണം അവിടെ കൊടുക്കുന്നു. മീൽസ് ആൻഡ് സ്നാക്സ്, ന്യൂട്രീഷ്യസ് ഫുഡ് അവിടെ തന്നെ ഞങ്ങൾ കുക്കിനെ വെച്ച് കുക്ക് ചെയ്ത് കൊടുക്കുന്നത്, പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതല്ല. ഹോം മെയ്ഡ് ഫ്രഷ്ലി കുക്ക്ഡ് ഫുഡ് നിങ്ങൾ വന്നെന്ന് അതൊന്ന് ആസ്വദിക്കുക. പിന്നെ അതുപോലെയുള്ള സന്തോഷകരമായ ഏതാണ്ട് 35-40 പേര് ഇപ്പോൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. എല്ലാ ദിവസവും ആഴ്ചയിൽ 3 ദിവസമാണ്, തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലാണ്. ബുധനാഴ്ച ദിവസമാണ് അവിടെ ഏറ്റവും കൂടുതൽ അറ്റൻഡൻസ്. ബുധനാഴ്ച ആരും വരണ്ട, 20-25 പേരവിടെ വരുന്നുണ്ട്. ഇരിക്കാനുള്ള സൗകര്യമില്ല. അതുകൊണ്ട് തിങ്കളും വെള്ളിയും കുറേ സീറ്റ് ബാക്കിയുണ്ട്. വരണമെന്ന് താല്പര്യമുള്ളവർ ഇന്ന് ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് വരാം. ഇനി നിങ്ങളെ ഒരു സീനിയർ സിറ്റിസൺ അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ വരാം. നിങ്ങൾക്ക് 60 ആയിട്ടില്ല. അവിടെ ചെറുപ്പക്കാർ വരുന്നുണ്ട്, വോളണ്ടിയേഴ്സായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് വരാം, അവരെ ശുശ്രൂഷിക്കാം. അവിടെ വന്നത് ഈ ഗെയിംസും ക്വിസും ഒക്കെ നടത്താം. അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇനിയും ചർച്ചിലുള്ളവർക്ക് മാത്രമാണോ ഇത്? അല്ല. പുറത്തുനിന്ന് നിങ്ങൾക്കിതുപോലെ പരിചയമുള്ള ഏതെങ്കിലും ഒരു അപ്പച്ചനോ അമ്മച്ചിയോ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ അവരെ കൂട്ടിക്കൊണ്ട് പോവാ. ദൈവത്തിന് സ്തോത്രം. എല്ലാവർക്കും അവിടെ സ്വാഗതമുണ്ട്. അല്ലാത്ത ചിലരൊക്കെ അവിടെ വരുന്നുണ്ട്, അവർ കർത്താവിനെ അറിയുവാനിടയായി തീരുന്നുമുണ്ട്. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, യാത്രാ സൗകര്യം ആവശ്യമുള്ളവർക്ക് കൺവെയൻസ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ചർച്ചിൻ്റെ വെഹിക്കിൾ പോയി അവരെ കൂട്ടിക്കൊണ്ട് വരും. അവിടെ കൊടുക്കുന്ന ഫുഡിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് ഒരു നോമിനൽ ഫീസ് നമ്മൾ വാങ്ങുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ മിസ്സസ് ലളിത എബ്രഹാം, മിസ്സസ് അനിത തയ്യിൽ, മാത്യു തയ്യിൽ, അല്ലെങ്കിൽ ഈ എളിയവനായ എന്നോട് ചോദിച്ചാലും കാര്യങ്ങൾ പറഞ്ഞു തരാം. നിങ്ങൾ വരിക, അനുഗ്രഹം പ്രാപിക്കുക, വന്ന് കാണുക. പണ്ട് കർത്താവ് പറഞ്ഞ പോലെ വന്ന് കാണുക. ദൈവം അനുഗ്രഹിക്കും.